ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയെ കുറിച്ചാണ്. സൗത്ത് ആഫ്രിക്ക കുറേ അധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കൺട്രിയാണ്. ഫസ്റ്റ് ഇത് നോക്കുകയാണെങ്കിൽ അവിടെ സൗത്ത് ആഫ്രിക്കയ്ക്ക് 3 ക്യാപിറ്റൽ സിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വന്നിട്ട് പെട്രോറിയ എന്ന് വെച്ചിട്ടുള്ളത് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ ഉള്ളത് കേപ്പ് ടൗൺ ആണ്, അത് അവിടുത്തെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ആണ്. പിന്നെ ഇത് ബ്ലോയിൻ ഫോണ്ടെയിൻ, അത് അവിടുത്തെ ജുഡീഷ്യൽ ക്യാപിറ്റൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ ലാർജസ്റ്റ് സിറ്റി വന്നിട്ട് ജോണസ്ബർഗ് ആണ്. കറൻസി വന്നിട്ട് സൗത്ത് ആഫ്രിക്ക റാൻഡ് ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ടോട്ടൽ 11 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണുള്ളത്. അതിൽ അവിടുത്തെ ആൾക്കാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ ആഫ്രിക്കൻസ്, പിന്നെ സുലു, പിന്നെ സോഹ, പിന്നെ സെസ്തോ ആൻഡ് പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജസ് ഒക്കെ ഭയങ്കര റെയർ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്ത് വരുന്നത്. ഇതൊക്കെയാണ് സൗത്ത് ആഫ്രിക്കൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ മേജർ എയർപോർട്ട്സ് ആണ്. ഫസ്റ്റത്തെ അവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് എയർപോർട്ടാണ് ആഫ്രിക്കയിലെ ഓവർ ടാംബോ ഇന്റർനാഷണൽ എയർപോർട്ട്, അത് ജോണസ്ബർഗിലാണുള്ളത്. നെക്സ്റ്റ് ഒരു മേജർ ഹബ് ഓഫ് ടൂറിസം എന്നറിയപ്പെടുന്ന ഒരു എയർപോർട്ടാണ് കേപ്പ് ടൗണിൻ്റെ ഇന്റർനാഷണൽ എയർപോർട്ട്. നെക്സ്റ്റ് ഒരു എയർപോർട്ട് മെയിൻ ആയിട്ട് വരുന്നത് കിങ് ഷാക്ക ഇന്റർനാഷണൽ എയർപോർട്ട്, അത് ഡർബനിലാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് വിസ നോക്കാം. ഇന്ത്യൻസിന് അങ്ങോട്ട് പോകാനുള്ള വിസ പ്രൊസീജിയേഴ്സ്. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ടൂറിസ്റ്റ് വിസയാണ് ട്രാവലിന് മുമ്പ് എടുക്കാറ്. അതിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് വന്നിട്ട് 6 months വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട്, പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോം, ഫോട്ടോ, പിന്നെ പ്രൂഫ് ഓഫ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പ്രൂഫ്, പിന്നെ റിട്ടേൺ ടിക്കറ്റ്സ്, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ, പിന്നെ കവർ ലെറ്റർ. ഇതൊക്കെയാണ് മെയിനായിട്ട് വിസ പ്രൊസീജിയേഴ്സിന് നമുക്ക് വേണം. നെക്സ്റ്റ് നമുക്ക് സൗത്ത് ആഫ്രിക്കൻ്റെ മേജർ അട്രാക്ഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് വരുന്നത് കേപ്പ് ടൗൺ ആണ്. കേപ്പ് ടൗണിൽ നമുക്ക് കാണാനുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ V&A വാട്ടർ ഫ്രണ്ട് ഏരിയ, അവിടെ ഒരു ഷോപ്പിംഗ് ഹബ്ബായിട്ടാണ് അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് ചെറിയൊരു ഡൈനിങ് സ്പേസ്, പിന്നെ ക്രൂയിസ്, പിന്നെ ഒരു ഓഷ്യൻ അക്വേറിയം, ഇതൊക്കെയാണ് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാനും കാണാനും വേണ്ടിയിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ഒരു അട്രാക്ഷൻ വരുന്നത് റോബൻ ഐലൻഡ് ആണ്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അത് ഫേമസ് ആയിട്ടുള്ള നെൽസൺ മണ്ടേലന് പ്രസന്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ്. അവിടെയാണ് ഈ വാറിൻ്റെ ടൈം നെൽസൺ മണ്ടേല പ്രിസണിൽ ഇട്ടിരുന്നത്. അവിടെ നമുക്കൊരു ഗൈഡഡ് ടൂർസ് ആണ് ഉണ്ടാവുക, അവിടുത്തെ ഹിസ്റ്ററിയും പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വരുന്നത് ബോക്കാപ്പ് എന്ന് വെച്ചിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഈ ഭയങ്കര പെയിൻറ്റഡ് ആയിട്ടുള്ള വീടുകളും പിന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളും പിന്നെ അവിടുത്തെ കേപ്പ് ടൗണിൻ്റെ കൾച്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ബോക്കാപ്പ് എന്ന് വെച്ചിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ്. നെക്സ്റ്റ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ് ടേബിൾ മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ട്. അത് കേപ്പ് ടൗണിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. അതെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ടോപ്ഡ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കേബിൾ കാറിലൂടെ അവിടുത്തെ സിറ്റി വ്യൂ പിന്നെ ഓഷ്യൻ വ്യൂ ഒക്കെ നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇതാണ് കേപ്പ് ടൗണിലെ മേജർ അട്രാക്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജോണസ്ബർഗ്, അതായത് സൗത്ത് ആഫ്രിക്കൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണ് ജോണസ്ബർഗ്. അവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് അപ്പാർത്തൈഡ് മ്യൂസിയം. അതെന്ന് പറയുന്നത് ഭയങ്കര ആഫ്രിക്കൻ്റെ സ്ട്രഗിൾസും ഫ്രീഡം ഡെമോക്രസി ഇതിനെയൊക്കെ കാണിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ്. എങ്ങനെയാണ് അവിടുത്തെ മുമ്പത്തെ ആൾക്കാർ താമസിച്ചിരുന്നത്, അവിടുത്തെ എന്താ പറയുക ഡെമോക്രസീൻ്റെയും ഫ്രീഡത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തപ്പോഴുള്ള ഫൈറ്റിൻ്റെ ഇതിൻ്റെ ഹിസ്റ്ററി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂസിയം ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് സൊവേറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ്, ഒരു ഹിസ്റ്റോറിക് ടൗൺഷിപ്പാണ്. അവിടെ നെൽസൺ മണ്ടേല താമസിച്ചിരുന്ന അവരെ വീട് കാണാൻ വേണ്ടിയിട്ടും പിന്നെ അവരൊരു മെമ്മോറിയൽ പോലെ ആണ് ആ വീട് ഇപ്പോൾ ഉള്ളത്, ഒരു മ്യൂസിയം പോലെ. അത് നമുക്ക് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ കുറച്ച് ഹിസ്റ്ററീസ് കാണാനും നെൽസൺ മണ്ടേല യൂസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ കാണാനുമാണ് ഈ സൊവേറ്റോ എന്നുള്ള ഒരു ഹിസ്റ്റോറിക് ടൗൺഷിപ്പ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഹില്ലാണ്. അതായത് അവിടുത്തെ മുമ്പത്തെ പ്രിസൺ കോംപ്ലക്സ് ഒരു മ്യൂസിയം ആയിട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം സൗത്ത് ആഫ്രിക്കൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടായിട്ടാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചു വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സിറ്റി എന്ന് പറയുന്നത് ഡർബൻ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയാണ്. ഡർബൻ്റെ ഹൈലൈറ്റ്സ് വരുന്നത് അവിടെ കൂടുതലായിട്ട് ബീച്ചസും ഈ ബീച്ചസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഡർബൻ എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ അട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോൾഡൻ വെൽ, അതെന്ന് വെച്ചിട്ടൊരു ബീച്ച് ഫ്രണ്ട് ഏരിയ ആണ്. അതായത് ഒരു ഹോട്ടലും പിന്നെ അവിടുത്തെ നമുക്ക് ഈ സീ ലൈഫ് വ്യൂ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ചെറിയ ചെറിയ ഷോപ്സ് അങ്ങനെയുള്ളൊരു ഏരിയ ആണ് ഈ ഗോൾഡൻ മൈൽ എന്ന് വെച്ചിട്ട്. അടുത്തുള്ള ഉസാക്ക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറൈൻ വേൾഡാണ്. അവിടുത്തെ ഒരു വേൾഡ് ക്ലാസ് അക്വേറിയംസ് പിന്നെ ഈ വാട്ടർ തീം പാർക്ക്, അതായത് ഫാമിലീസിന് കൂടുതലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ് ഈ ഉസാക്ക മെറൈൻ വേൾഡ്. നെക്സ്റ്റ് വരുന്നത് അവിടെ ഒരു ഇന്ത്യൻ ഇൻഫ്ലുവൻസ് കൾച്ചർ ആൻഡ് കുസൈൻസ് ഉള്ള ഒരു ലാർജ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാർ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് യുണീക്ക് ആയിട്ടുള്ള ഡിഷസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ്റെയും ആഫ്രിക്കേൻ്റെയും ഡിഷസ് കമ്പൈൻ ചെയ്തിട്ട്
അവരൊരു ഈ ബണ്ണി ചൗ പിന്നെ ഈ കളർഫുൾ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇന്ത്യൻ്റെയും പിന്നെ ആഫ്രിക്കേൻ്റെയും മിക്സ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഇതാക്കിയിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ഇൻഫ്ലുവൻസ്ഡ് കൾച്ചേഴ്സ് ആൻഡ് ക്യുസീൻസ് എന്നുള്ളൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇത് പെട്രോറിയ. അത് നമ്മൾ സൗത്ത് ആഫ്രിക്കേൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ യൂണിയൻ ബിൽഡിങ്സ്, അതായത് സൗത്ത് ആഫ്രിക്കേൻ്റെ ഗവൺമെൻറ് സൈഡ് ഐക്കോണിക് ലാൻഡ് മാർക്സ്, പിന്നെ അതൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ യൂണിയൻ ബിൽഡിങ്സ് വരുന്ന ഒരു ഏരിയ ആണ് പെട്രോറിയ എന്ന് പറഞ്ഞത്. പിന്നെയുള്ളത് ഈ ജക്കാർഡ ലൈൻഡ് സ്ട്രീറ്റ്, അതായത് ഈ സിറ്റീൻ്റെ ഒരു നിക് നെയിം ആയിട്ട് ഇട്ടിരിക്കുന്നത് ജക്കാർഡ സിറ്റി എന്നാണ്. അതായത് ഈ പേർപ്പിൾ ഫ്ലവേഴ്സ് ഉള്ള ട്രീസ് വെച്ചിട്ട് ഫുൾ ബ്ലൂം വെച്ച് ഈ സ്പ്രിംഗ് ടൈമിന് ആ ഫ്ലവേഴ്സ് ഫുൾ ബ്ലൂം വെച്ച് ആ ഏരിയ ഫുൾ ഒരു പേർപ്പിൾ സിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് സൗത്ത് ആഫ്രിക്കൻ്റെ വേറൊരു ഏരിയ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് വൈൽഡ് ലൈഫും സഫാരീസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അതിൽ ഫസ്റ്റ് വരുന്നത് ആഡോ നാഷണൽ പാർക്കാണ്. അതായത് അവിടെ ഫേമസ് ആയിട്ടുള്ള നമുക്കവിടെ അടുത്തുനിന്ന്, അതായത് ഈ സഫാരിക്ക് പോകുമ്പം ഭയങ്കര കൂട്ടത്തോടെയുള്ള എലിഫൻസിനെ, ഈ ലാർജ് ഹെഡ്സ് ഓഫ് എലിഫൻസിന് നമുക്ക് ക്ലോസ് സൈറ്റിങ്ങിൽ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ അറിയപ്പെടുന്നത് ഹോം ടു ദ ബിഗ് 7 എന്നാണ്. അതായത് എലിഫൻറ്റ്, ലയൺ, ലെപ്പേർഡ്സ്, ബഫല്ലോ, റൈനോ, സൗത്തേൺ റൈറ്റ് വെയിൽസ്, പിന്നെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്സ്, ഇങ്ങനെയായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ബിഗ് 7 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ആഡോ എലിഫന്റ് നാഷണൽ പാർക്സ്. ഇവിടെ കൂടുതലായിട്ട് വരുന്നത് ലാൻഡ്സ്കേപ്പ്, അതായത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സും ഫോറസ്റ്റ്, അതായത് ഡ്യൂൺസ്, കോസ്റ്റൽ ഏരിയാസ്, ഇതൊക്കെയാണ് ഈ വൈൽഡ് നാഷണൽ പാർക്സിൻ്റെ ഉള്ളിലുള്ളത്. നെക്സ്റ്റ് വരികയാണെങ്കിൽ ക്രൂഗർ നാഷണൽ പാർക്കാണ്. അതായത് ആഫ്രിക്കയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം റിസർവ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇസ്രായേൽ എന്നുള്ളൊരു കൺട്രീൻ്റെ ആ ഒരു സൈസിലാണ് ഈ നാഷണൽ പാർക്ക് ഉള്ളതെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ബിഗ് 5 ആണ്. അതായത് ലയൺസ്, ലെപ്പേർഡ്സ്, എലിഫൻറ്റ്സ്, റൈനോസ്, ബഫലോസ്, ഇങ്ങനെയുള്ള ആനിമൽസിനെയാണ് നമുക്ക് കൂടുതലായിട്ട് അവിടെ കാണാൻ പറ്റുന്നത്. ഈ നാഷണൽ പാർക്കാണ് ഈ ഗൈഡഡ് സഫാരീസ്, സെൽഫ് റൈഡ് റൂട്ട്സ്, പിന്നെ ഈ ലക്ഷറി ലോഡ്ജസ്, ഇത് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ക്രൂഗർ നാഷണൽ പാർക്കിലാണ്. പിന്നെ അവിടെ അറിയപ്പെടുന്ന ഭയങ്കര റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു നാഷണൽ പാർക്കാണ്. അതായത് ഓവർ 140 സ്പീഷീസ് ഓഫ് മാമൽസും 500+ ബേർഡ് സ്പീഷീസും ഉള്ളൊരു നാഷണൽ പാർക്കാണ് ക്രൂഗർ നാഷണൽ പാർക്ക്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൗത്ത് ആഫ്രിക്കൻ്റെ അഡ്വഞ്ചേഴ്സും ആക്ടിവിറ്റീസും എന്തൊക്കെയാണ്. ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഷാർക്ക് കേജ് ഡൈവിംഗ് ആണ്. അതായത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഈ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു കേജിൽ നമ്മളെ സീൻ്റെ അടിയിലേക്ക് ഇറക്കും. എന്നുവെച്ചാൽ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് ഷാർക്കിനെ കാണാൻ വേണ്ടി പറ്റുന്നൊരു ആക്ടിവിറ്റിയാണ് ഈ ഷാർക്ക് കേജ് ഡൈവിംഗ്. നെക്സ്റ്റ് വരുന്നത് വെയിൽ വാച്ചിങ് ആണ്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേൾഡ് വാച്ചിങ്ങിൻ്റെ സ്പോട്ടായിട്ടാണ് ഇവിടെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്ലോഗ്രൻസ് ബ്രിഡ്ജ് എന്നാണ്. അതായത് ഗാർഡൻ റൂട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെയാണ് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബഞ്ചി ജമ്പിങ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് സൺ സിറ്റി റിസോർട്ടാണ്. അത് ഈ സൗത്ത് ആഫ്രിക്കൻ്റെ ഒരു ലക്ഷറി എൻ്റർടൈൻമെൻറ്റിൽ ഈ ഗോൾഫ്, കാസിനോ, പിന്നെ വാട്ടർ പാർക്കുള്ള ഒരു ഏരിയ ആണ് സൺ സിറ്റി റിസോർട്ട്സ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഈ വൈൻ ടേസ്റ്റിംഗ്, വൈൻ ഫീൽഡിലൂടെ പോകുന്നതൊക്കെ. അങ്ങനെ വേൾഡിൽ കുറച്ച് വേൾഡ് ക്ലാസ് വൈൻ യാർഡ്സ് ഉള്ളത് ഈ കുറച്ച് ഏരിയാസിലാണ്. സ്റ്റെല്ലൻബോച്ച്, ഫ്രാങ്കോക്ക് എന്നുള്ള ഈ ഏരിയയിലാണ് വേൾഡിൽ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള വൈൻ യാർഡ്സ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ അവിടുത്തെ വേറെ ഇതുന്നത് റോബൻ ഐലൻഡാണ്. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈനാണ്. സിമ്പിൾ ഓഫ് ഫ്രീഡം സ്ട്രഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഉള്ളത് ഒരു കൾച്ചറൽ സുലു ഹെറിറ്റേജ് ഉള്ളൊരു വില്ലേജാണ്. അതായത് ഈ സുലു എന്ന് പറഞ്ഞിട്ടുള്ള ഈ അവിടുത്തെ പീപ്പിൾസിൻ്റെ ഒരു കൾച്ചർ അറിയാൻ വേണ്ടിയിട്ടും അവിടുത്തെ ആക്ടിവിറ്റീസും, അതായത് അവിടുത്തെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ ട്രഡീഷൻസിന് വേണ്ടിയിട്ടാണ് ഈ കൾച്ചറൽ വിസിറ്റ് ഉള്ളത്. അതായത് സുലു എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് വിസിറ്റ് ഉള്ളത്. ഇതൊക്കെയാണ് സൗത്ത് ആഫ്രിക്കൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് അട്രാക്ഷൻസ്, ആക്ടിവിറ്റീസ്, നമുക്ക് എന്തൊക്കെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ഇന്ന് ഞാനിവിടെ സംസാരിച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് വെസ്റ്റ്ബേർഡ് ഹോളിഡേയ്സിനെ ഫോളോ ചെയ്യും. താങ്ക് യു.